വർഷങ്ങൾക്ക് ശേഷം. സന്തോഷം നിറഞ്ഞതായിരുന്നു എന്റെ ജീവിതം. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത്? നന്നായി പഠിക്കണം. അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കണം. ഈ വർഷത്തെ ആനുവൽ പ്രോഗ്രാമിനൊന്നും എന്നെ എന്തായാലും എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് ഓക്കെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. പോയി പഠിക്കാൻ നോക്കും. അച്ഛനോടൊന്ന് പറയും എനിക്കൊരു ഫോൺ വാങ്ങി തരാൻ. ഇതെന്താ കഥ? നിനക്ക് എക്സാമിന്റെ മാർക്ക് കണ്ടാൽ മതി. നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ്. പോയി ചെന്ന് രണ്ടക്ഷരം പഠിക്കു വച്ചില്ല. വർഷങ്ങൾക്കും സോറി ഡാർലിംഗ്, ഞാനിവിടെ പെട്ടുപോയതാ. നമുക്കൊരു ജ്യൂസ് കുടിച്ച് ഒരു സിനിമ കണ്ടാലോ? കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഹലോ ജുവലി, എടി നമ്മുടെ കാര്യം ശരിയാവില്ല. ഇത് വർക്കാവില്ല. സോ ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. അയ്യോ അതങ്ങനെ പറയല്ല. ആദ്യം ഫോൺ എടുക്കാതെ. നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? Let's cheer up, man. നിന്റെ എല്ലാ വിഷമങ്ങളും മറക്കാൻ ഞാൻ നിനക്കൊരു സാധനം തരാം. ഒന്ന് ഉപയോഗിച്ച് നോക്ക്. നീ ഞാൻ തന്നെയല്ലേ? എനിക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് പറ്റി? അതെ, നമ്മൾ എല്ലായിടത്തു നിന്നും ഒഴിവാക്കപ്പെട്ടു. നമ്മെ എല്ലാവരും അകറ്റി നിർത്തി. ചേർത്ത് പിടിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഈ ഏകാന്തത നമ്മെ ഈ ലഹരിക്ക് അടിമയാക്കി. അതെ, ഓരോ കാരണങ്ങളാൽ ആയിരക്കണക്കിന് ജീവനുകളും ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും സ്വപ്നവുമാണ് പൊലിഞ്ഞു പോകുന്നത്. ഇതൊരാളുടെ മാത്രം കഥയല്ല. ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട, ലഹരിയിലും മയക്കുമരുന്നിലും അഭയം പ്രാപിച്ച് നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വന്ന ഓരോ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കഥയാണ്. നന്ദി.